അവധിക്കാലത്തിന് ശേഷം സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുത്ത ഇരട്ട സഹോദരങ്ങൾ. 24 പത്തനംതിട്ട ബ്യൂറോയിലെ സാരഥി അഭിലാഷിന്റെ മക്കളാണ് അക്ഷരമുറ്റത്തേക്ക് എത്തുന്നത്. ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആദ്യം. ഹാഷ്മി, അമൃത, എന്തായാലും വേനലവധിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ അവധിക്കാലത്തൊക്കെയുള്ള എല്ലാ കളിയും ചിരിയും ഒക്കെ ഇനിയിപ്പോൾ സ്കൂളിൽ കൂട്ടുകാർക്കൊപ്പമായിരിക്കും. എല്ലാ തയ്യാറെടുപ്പുകളും വീടുകളിൽ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ സ്കൂളുകളിൽ പ്രവേശനോത്സവം ഗംഭീരമായിട്ട് തുടങ്ങാനായിട്ട്. ഇപ്പോൾ രാവിലെ ഈ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. എവിടെ പോയി ലൈവ് കൊടുക്കും, ഏത് സ്കൂളിലേക്കാണ് പോകേണ്ടത് എന്നുള്ള സംശയമൊക്കെ ബ്യൂറോ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സാരഥി അഭിലാഷ് പറഞ്ഞത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകാമെന്നുള്ളത്. അഭിലാഷിന് 3 കുട്ടികളാണ്. അതിൽ മൂത്തവർ 2 പേരും ഇരട്ട കുട്ടികളാണ്. അവർ 2ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഇളയവൻ ആദ്യമായിട്ട് 1ാം ക്ലാസ്സിലേക്ക് പോകുന്നു. അഭിലാഷിന്റെ ചേട്ടനും ഇരട്ട കുട്ടികളാണ്, 3 കുട്ടികൾ. അങ്ങനെ ആൺകുട്ടികൾ 2 പേരും ഇരട്ടകളാണ്. അതിനകത്ത് മൂത്തത് പെൺകുട്ടി 4ാം ക്ലാസ്സിലേക്ക്. അങ്ങനെ എല്ലാവരും ബാഗൊക്കെ ഇട്ട് തയ്യാറെടുപ്പൊക്കെ നടത്തി അങ്ങനെ സ്കൂളിലേക്ക് പോകാനായിട്ടൊക്കെ നിൽക്കുകയാണ്. ചെറിയ ആശങ്കയൊക്കെ മുഖത്തുണ്ടോ? പേടിയുണ്ടോ സ്കൂളിലേക്ക് പോകാനായിട്ട്? ഇല്ലേ? ഇല്ല. സന്തോഷം, ഹാപ്പിയാണോ? സ്കൂളിൽ പോകുമ്പം എന്തൊക്കെയാ കൂട്ടരെ കണ്ട് കളിക്കുകയൊക്കെ ചെയ്യണ്ടേ? അപ്പോ മോളുടെ പേരെന്താ? അവന്തിക. എത്രയല്ലേ പഠിക്കുന്നത്? 6. ഈ 5 ആങ്ങളമാർക്ക് ഒരു ചേച്ചി അല്ലേ? എങ്ങനെയുണ്ട് ഈ കുട്ടിപ്പട്ടാളമൊക്കെ? കൊള്ളാം. നിങ്ങൾ ആരാ നേരത്തെ പാട്ട് പാടാന്ന് പറഞ്ഞ എന്നോട്? ഞാൻ എന്ത് പാട്ട് പാടാൻ? അഭിലാഷിന്റെ ഭാര്യയാണ് രേവതി. എങ്ങനെയുണ്ടായിരുന്നു ഈ അവധിക്കാലം കുട്ടികളുടെ കൂട്ടത്തില്? നല്ലതായിരുന്നു. സമയം പോകാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പൊ ഇനിയിപ്പോ സ്കൂളിലേക്ക് പോവാണ്. അപ്പൊ അതിനൊരു ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ആശ്വാസം അല്ല, ടെൻഷനാണ് ഇനി. എന്ന് വെച്ചാൽ അടങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളല്ലല്ലോ. അപ്പൊ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഇതേ ഉള്ളൂ. കൂടുതലുള്ള അവധിക്കാലമൊക്കെ കുഴപ്പമില്ല. ഒരു പൊതുവെ ഒരു കാമ, വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തവരാ. അപ്പൊ അഭിലാഷ് ഇനിയിപ്പോ കുട്ടികളുടെ തിരക്കുകൾക്കിടയിൽ കൂടി ആയിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് ഇവന്മാരെല്ലാം? ഇവന്മാരെ പറയുവാണെങ്കിൽ എന്തുവാ, ഒരാളെപ്പോഴും കൂടെ വേണം. കാരണം 3 പേരും എപ്പോഴും നോക്കിയാലും ഒരാൾ കൂടെ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പിടിയായി ഒന്നും പറയേണ്ട ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പം അവധിക്കാലമൊക്കെ ആയപ്പം ഒന്നിച്ചായിരുന്നു. രേവതിക്കാലും ഇച്ചിരി പണി കൂടുതലായിരുന്നു. ഈ സ്കൂളിൽ പോകുമ്പോഴായാലും ടീച്ചർമാർക്കായാലും ഇനി എന്തോന്നും അറിയത്തില്ല ആ അവസ്ഥയാണ്. എന്തായാലും അവധിക്കാലം കഴിഞ്ഞ് കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോവുകയാണ്. ഒരു കൗതുകമുള്ള കാഴ്ച എന്ന നിലയിലാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അങ്ങനെ കുട്ടികളെല്ലാവരും അവധിക്കാലം പൂർത്തിയാക്കി സ്കൂളിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ കളിയും ചിരിയും മേളവും പഠനവും എല്ലാം ഇനി സ്കൂളിലായിരിക്കും. സഞ്ജയ് ഇക്ബാലിനൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.